2025 ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലെ സീരീസ് ആണ് ഏലിയൻ എർത്ത്. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. 2120 കാലഘട്ടത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഭൂമിയെ ഇപ്പോ നിയന്ത്രിക്കുന്നത് 5 കമ്പനികൾ ചേർന്നിട്ടാണ്. നമ്മൾ ഇപ്പോ കാണുന്നത് വേലാൻ യുട്ടാണി എന്ന് പറയുന്ന ഒരു സി ക്ലാസ് സ്പേസ് റിസർച്ച് വെസലാണ്. ഏകദേശം 65 വർഷത്തെ പര്യവേക്ഷണം കഴിഞ്ഞ് ഇപ്പൊ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണ് ഈ ഒരു സ്പേസ് വെസല്. ഓരോരുത്തരായി ക്രയോ ചേംബറിൽ നിന്ന് ഇപ്പോ ഉറക്കമെഴുന്നേറ്റ് വരികയാണ്. ഇവർക്ക് ഇനി ഭൂമിയിലേക്ക് എത്താനായി 805 മില്യൺ മൈൽസ് സഞ്ചരിക്കേണ്ടതുണ്ട്. ഏലിയൻ മൂവി അല്ലെന്നുണ്ടെങ്കിൽ ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ ഫ്രാഞ്ചൈസ് ഒക്കെ കണ്ടവർക്ക് അറിയാം, അതിനകത്തുള്ള കൊടൂര ഏലിയൻ ആയിട്ടുള്ള സീനോമോർഫ് അടക്കം ഇപ്പൊ ഈ ഒരു സ്പേസ് വെസലിനകത്തുണ്ട്. ശേഖരിച്ച സാമ്പിളുകൾ കൊണ്ട് ഇപ്പൊ മാജിനോട്ട് അഥവാ ഈ ഒരു സ്പേസ് വെസൽ ഇപ്പോൾ ഭൂമിയിലേക്കുള്ള ഒരു പാതയിൽ കുതിച്ചു പായുകയാണ്. വേലൻ യൂട്ടാണി സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള മോറോ മറ്റ് ക്രൂ അംഗങ്ങളോട് അപ്പൊ പറയുന്നുണ്ട്, ക്രൂവിന് എന്ത് സംഭവിച്ചാലും അത് കാര്യമാക്കണ്ട, സാമ്പിളുകൾ സുരക്ഷിതമായി നമുക്ക് അവിടെ എത്തിക്കുക, അതാണ് മുഖ്യം. മോറോ എന്ന് പറയുന്ന ഈ ഒരു സെക്യൂരിറ്റി ഓഫീസർ ഒരു WT സൈബോർഗ് കൂടിയാണ്. ക്രയോ ചേംബറിൽ നിന്ന് ഉണർന്ന പാടെ അവിടെ എവിടെയും കടന്നിരുന്ന സിഗരറ്റ് കുറ്റികളും ബിയർ ക്യാനുകളൊക്കെ ഇവര് വൃത്തിയാക്കുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവരിപ്പോ ആ ഒരു 65 വർഷത്തെ പര്യവേക്ഷണം പൂർത്തിയാക്കി മടങ്ങുന്നത്. സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള മോറോയുടെ മുഖത്ത് നല്ല രീതിയിലുള്ള സ്ട്രെസ് നമുക്ക് കാണാം. ഒരു ചെറിയ പാകപ്പിഴവ് വന്നാൽ പോലും എല്ലാം തകർന്ന് തരിപ്പണമാവും. അങ്ങനെ പതിവ് പോലെ ആ ദിവസവും കടന്നു പോകുന്നു. ഇവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഏലിയൻസ് അഥവാ സ്പെസിമെൻസിന് വേണ്ടിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ ഇപ്പൊ ഒരു സ്ത്രീ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ ഒന്ന് ആ ഒരു സ്പേസ് വെസലിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ക്രൂവിലുള്ള മിക്ക അംഗങ്ങളും ക്രയോ ചേംബറിൽ കയറി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു സ്പേസ് വെസലിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇനി നമ്മൾ നേരെ ഭൂമിയിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇപ്പോ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്നത്. അതിലിപ്പോ ഏറ്റവും അവസാനമായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രോഡിജി. അവരുടെ തന്നെ നെവർലാൻഡ് റിസർച്ച് ഐലൻഡ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മാഴ്സി ഹെർമിറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇപ്പോ ആ ഒരു കമ്പനി അവരുടെ തന്നെ ഫസ്റ്റ് ഹൈബ്രിഡ് ആക്കാനായിട്ട് പോവുകയാണ്. അതായത് ഈ ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു സിന്തറ്റിക് അഡൽട്ടാക്കി മാറ്റും. ഒരു വലിയ പെൺകുട്ടിയുടെ, അതായത് മനുഷ്യ ശരീരമല്ല, അതൊരു സിന്തറ്റിക് ബോഡി ആയിരിക്കും. സയന്റിസ്റ്റുകളായിട്ടുള്ള സിൽവിയയും കിർഷുമാണ് 12 വയസ്സുള്ള നമ്മുടെ മാഴ്സിക്ക് വേണ്ട ഈ ഒരു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത്. മാഴ്സി ഒരു രോഗിയായിട്ടുള്ള പെൺകുട്ടിയാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ആ ഒരു സിന്തറ്റിക് ബോഡിയിലേക്കാണ് ഇപ്പോ മാഴ്സിയുടെ കൗമാര മനസ്സും ഓർമ്മകളും മാറ്റാനായിട്ട് പോകുന്നത്. ഇനി മുതൽ വെൻഡി എന്നാണ് നമ്മുടെ മാഴ്സി അറിയപ്പെടുക. പ്രോഡിജി എന്ന് പറയുന്ന ഈ കമ്പനിയുടെ CEO മറ്റാരുമല്ല, കാവലിയർ എന്ന് പറയുന്ന ഒരു ട്രില്യണർ ബോയ് ആണ്. അങ്ങനെ ഇവർ ആ ഒരു കൈവിട്ട പരീക്ഷണം നടത്തുകയാണ്. മാഴ്സിയെ പൂർണ്ണമായും അതിന് തയ്യാറാക്കി അവര് ആ ഒരു സിന്തറ്റിക് ബോഡിയുടെ അടുത്ത് തന്നെ കൈ ചേർത്ത് പിടിച്ച് കിടത്തുന്നു. ആ ഒരു പരീക്ഷണം വിജയിച്ചു. പിന്നീട് അവൾ എഴുന്നേൽക്കുന്നത് വെൻഡി എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ആയിട്ടാണ്. കൈകാലുകൾ മര്യാദയ്ക്ക് അനക്കാൻ പോലും കഴിയാതിരുന്ന മാരക രോഗിയായിട്ടുള്ള മാഴ്സി ഹെർമിറ്റ് ഇപ്പോ വെൻഡിയായി മാറിയതോടുകൂടി അവൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഒരു വലിയ കാട്ട മലയുടെ മുകളിൽ കയറിയിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വെൻഡി. സിൽവിയ വന്ന് അവളെ വിളിക്കുമ്പോ ആ ഒരു മലയുടെ മണ്ടയിൽ നിന്ന് ഇവള് എടുത്ത് ചാടുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് യാതൊരു കുഴപ്പവും പറ്റുന്നില്ല. അത്രയ്ക്ക് പവർ ഉണ്ട് അവൾക്ക്. ശാസ്ത്രജ്ഞരായിട്ടുള്ള കിർഷും സിൽവിയയും ഇവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ അവളുടെ പരാതി കേട്ട് കിർഷിനും സിൽവിയയ്ക്കും ചിരിയാണ് വരുന്നത്. ഞാനിങ്ങനെ ഓടുമ്പോൾ എന്റെ ബ്രസ്റ്റുകൾ തമ്മിൽ ചാടി കളിക്കുന്നുണ്ട്. അടുത്തതായി ഈ ഒരു കമ്പനി ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്ന് പറഞ്ഞാല് മറ്റ് മാരക രോഗികളായിട്ടുള്ള കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അവരെയും വെൻഡിയെ പോലെ ഒരു ഹൈബ്രിഡാക്കി മാറ്റുക. അതിന് മുൻകൈ എടുക്കാനായിട്ട് നമ്മുടെ വെൻഡിയെ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. അവർക്ക് നീ ഒരു മൂത്ത സഹോദരിയായി മാറണം. ആ ഒരു കാര്യത്തില് നമ്മുടെ വെൻഡിക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു മാരക രോഗികളായ കുട്ടികളെ ഇവള് കാണുന്നു. എന്നിട്ട് അവരോടും ഇതിനെപ്പറ്റി പറയുന്നു. വെൻഡിയുടെ കഥ ഈ കുട്ടികളോട് പറഞ്ഞതോടുകൂടി എല്ലാ കുട്ടികളും ഇതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളും ഇപ്പോ ഹൈബ്രിഡായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ പ്രോഡിജി കമ്പനിയുടെ CEO ആയിട്ടുള്ള ട്രില്യണർ ബോയ് കാവലിയർ വളരെ സന്തോഷത്തോടു കൂടിയാണ് നോക്കി കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു സ്പേസ് വെസലാണ്. ഭൂമിയിലേക്ക് ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന സ്പേസ് വെസല് ഇപ്പൊ എന്തോ ഒരു മാൽഫങ്ഷൻ കാണിക്കുന്നതിനെ തുടർന്ന് ഭൂമിയിലേക്ക് ഒരു കൺട്രോളും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിനുള്ളിലുണ്ടായിരുന്ന സ്പെസിമെൻസ് എല്ലാം ഇപ്പൊ പുറത്തു ചാടിയിട്ടുണ്ട്. ഏറെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ സീനോമോൾഫ് അടക്കം ഇപ്പൊ പുറത്തുണ്ട്. അവിടുത്തെ ക്രൂ അംഗങ്ങളെയൊക്കെ അത് തീർത്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള മോർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെയിൻ കൺട്രോൾ റൂമിലാണ് ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഒരു ലേഡി വന്നിട്ട് ഈ ഡോർ തുറന്ന് എന്നെ സഹായിക്കൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ടോർച്ച് ഉരുക്കിയോ മറ്റോ ആ ഒരു ഡോർ എന്നേക്കുമായിട്ട് അടയ്ക്കുകയാണ്. എന്നിട്ട് വീണ്ടും ആ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ പോയിരിക്കുകയാണ്. അതിൽ അപ്പോൾ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ക്രൂ അംഗങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന്. ക്രൂ അംഗങ്ങളെല്ലാം തന്നെ മരിച്ചുപോയി എന്നാണ് മോറോ പറയുന്നത്. അങ്ങോട്ടേക്ക് ആ ഒരു xenomorph എന്ന് പറയുന്ന കൊടും ഏലിയൻ വരുമ്പോഴേക്കും സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള മോറോ അവിടെ ഉണ്ടായിരുന്ന റെയിൻഫോഴ്സ്ഡ് പാനിക് റൂമിലേക്ക് കയറുകയാണ്. ഒരുമാതിരി കൊലച്ചിരി ചിരിച്ചുകൊണ്ടാണ് xenomorph അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഈ ഒരു സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള മോറോന്റെ രോമത്തിൽ പോലും തൊടാനായിട്ട് ആ ഒരു ഏലിയന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവൻ ആ ഒരു പാനിക് റൂം അടച്ചിട്ടുണ്ടായിരുന്നു. xenomorphന്റെ സലൈവ മൊത്തം ഇപ്പൊ അവന്റെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഒരു അന്തവും കുന്തവുമില്ലാതെ നമ്മുടെ ഈ ഒരു സ്പേസ് വെസല് നേരെ പോകുന്നത് പ്രോഡ്ഗി സിറ്റി ലക്ഷ്യമാക്കിയിട്ടാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വെൻഡിയാണ്. വെൻഡിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് ജോ ഹെർമിറ്റ് എന്നാണ്. ഹെർമിറ്റ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പോലും നമ്മുടെ വെൻഡിക്ക് കാണാനായിട്ട് കഴിയും. ഒരു ഹൈബ്രിഡ് വ്യക്തി എന്ന നിലയിൽ അത് അവളുടെ പവറുകളിൽ ഒന്നാണ്. വെൻഡിക്ക് അഥവാ മാഴ്സി ഹെർമിറ്റിന് ഈ ഒരു മാരക രോഗം വരുന്നതിന് മുമ്പ് അവരുടെ ചെറുപ്പകാലമൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. രണ്ടുപേരും കൂടി ചേർന്ന്, അതായത് സഹോദരനും സഹോദരിയും കൂടി ചേർന്ന് ഐസേജ് സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ച് പോകുന്നത്. വെൻഡിയുടെ സഹോദരനായിട്ടുള്ള ജോ ഹെർമിറ്റ് ഇപ്പോൾ ഒരു പട്ടാളക്കാരനാണ്. മറ്റുള്ള സോൾജേഴ്സിനോടൊത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്പേസ് വെസൽ ഉണ്ടല്ലോ, നേരത്തെ നിയന്ത്രണം തെറ്റിയിട്ടുണ്ടായിരുന്ന, അതിപ്പോ വളരെ വേഗത്തിൽ ഇവരുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോയിട്ട് പ്രോഡ്ഗി സിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ടവറിലേക്ക് ഇടിച്ചിറങ്ങുന്നു. ഉടൻ തന്നെ എല്ലാ സോൾജേഴ്സും റെഡി ആയിട്ട് സംഭവ സ്ഥലത്തേക്ക് ആളുകളെ രക്ഷിക്കാനായിട്ട് പോകുകയാണ്. വെൻഡിയുടെ സഹോദരനായിട്ടുള്ള ജോയ് ഹെർമിറ്റ് ഒരു പാവത്താനായിരുന്നു. സോൾജിയറുടെ പണിയല്ല പുള്ളിക്കാരനുള്ളത്. സോൾജിയേഴ്സിന് എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ അവർക്ക് വേണ്ട മെഡിക്, അതായത് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതാണ് അവന്റെ ദൗത്യം. സംഭവ സ്ഥലത്തെത്തിയ സോൾജിയേഴ്സ് ഞെട്ടിപ്പോയി. ആ ഒരു ടവർ മൊത്തത്തിൽ നശിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാഷ്വാലിറ്റീസും ഉണ്ട്. സെർച്ച് ആൻഡ് റെസ്ക്യൂവിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ പല ബിൽഡിങ്ങിന്റെ കഷ്ണങ്ങളൊക്കെ താഴേക്ക് വീണിട്ട് ഇവരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. എന്നാലും ഇവര് വളരെ ധീരതയോട് കൂടിയിട്ട് ആ ഒരു ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിലേക്കൊക്കെ കയറുന്നുണ്ട്. കുറച്ചു നേരത്തെ തെരച്ചിലിനൊടുവിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ശരീരങ്ങൾ ഇവർ കണ്ടെത്തി. അതിനുശേഷം ആ ഒരു സ്പേസ് വെസലിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് സോൾജേഴ്സ്. ഓരോരുത്തരായി ഇപ്പോ ആ ഒരു സ്പേസ് വെസലിന്റെ ഉള്ളിലേക്ക് കയറുന്നു. മ്യൂസിയമിലെ ഏറ്റവും വലിയ ഒരു കെട്ടിടത്തിന്റെ അടിത്തറയിലേക്കാണ് ഈ ഒരു സ്പേസ് വെസൽ ഇടിച്ചു കയറിയിരിക്കുന്നത്. ഇതിനുള്ളിൽ ഏലിയൻസ് ഉള്ള കാര്യമൊന്നും പാവം സോൾജേഴ്സിന് അറിയില്ല. നമ്മുടെ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള മോറോയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഗണ്ണുമെടുത്ത് അദ്ദേഹം എല്ലായിടത്തും പോയി പരിശോധിക്കുകയാണ്. xenomorph എവിടെയാണെന്ന് ഒരു പിടുത്തവുമില്ല. എല്ലാ തരത്തിലുള്ള സ്പെസിമെൻസും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഇത് കാണിക്കുന്നത് നമ്മുടെ വെൻഡിയെയാണ്. അവളും ഈ ഒരു അപകടത്തെ പറ്റി അറിയുന്നു. മാത്രമല്ല അവളുടെ സഹോദരൻ ഈ ഒരു മിഷനിൽ പോയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ എനിക്കും അങ്ങോട്ടേക്ക് പോകണമെന്നാണ് ഇപ്പോൾ കൃഷിന്റെ അടുത്ത് അവൾ ആവശ്യപ്പെടുന്നത്. കമ്പനി സിഇഒ ആയിട്ടുള്ള നമ്മുടെ ട്രില്യണയർ ബോയ് കാവലിയറിനെ കണ്ട് അവൾ കാര്യം പറഞ്ഞു. സെർച്ച് ആൻഡ് റെസ്ക്യൂ ഞാൻ നടത്താം, എന്താണ് നിനക്ക് ഇതിൽ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ കിർഷ് പറയുന്നുണ്ട് ഇവളുടെ സഹോദരനും ആ ഒരു മിഷനിൽ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ കാവലിയർ അതിന് സമ്മതം കൊടുക്കുന്നു. വെൻഡി മാത്രമല്ല പോകുന്നത്, ഹൈബ്രിഡ്സിനെയും കൂടെ കൂട്ടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് മറ്റുള്ള ഹൈബ്രിഡ് കുട്ടികളും അവിടെ ഉണ്ടല്ലോ, അവരെയും കൂടെ കൂട്ടി പോകുന്നു. ഇവരെ നിയന്ത്രിക്കാനായിട്ട് കിർഷും ഒപ്പം ആ ഒരു പ്ലെയിനിൽ പോകുന്നുണ്ട്. ഈ ഒരു ഹൈബ്രിഡ് സംഘം ഇതൊന്നും അറിയാതെ ചുമ്മാ ബോറടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വെൻഡി വന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മിഷൻ ഉണ്ടെന്ന്. അതോടുകൂടി അവർക്കും ഇൻട്രസ്റ്റ് കയറി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പ്ലെയിനും പിടിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. വെൻഡിയുടെ മനസ്സിൽ സഹോദരന് ഒന്നും സംഭവിക്കില്ല, ഞാൻ അവനെ രക്ഷിക്കും എന്ന് മാത്രമാണ്. ഇതേ സമയം മറുവശത്ത് ആ ഒരു സ്പേസ് വെസലിന്റെ ഉള്ളിലേക്ക് 2 സോൾജേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അവർ രണ്ടുപേരും വളരെ പതുക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോ സ്ഥലത്തും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സ്പെസിമെൻസ് റൂമൊക്കെ കാണുന്നത്. അതിനുള്ളിൽ ഒരുപാട് ഏലിയൻസിന്റെ അവശിഷ്ടങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ ഇവർക്ക് ചെറുതായിട്ടൊക്കെ പേടി വരുന്നുണ്ട്. അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ഓഫീസർ ആയിട്ടുള്ള മോറോ ഇവരുടെ പുറകിലായിട്ട് വന്നിട്ട് തോക്കിൻ മനയിൽ ഇവരെ നിർത്തി ഒരു തൂണോട് ചേർന്ന് ഇവരെ രണ്ടുപേരെയും കെട്ടിയിടുന്നത്. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, നിങ്ങളെ രക്ഷിക്കാനായിട്ട് വന്നതാണ്. എന്താണ് ബ്രോ എന്നൊക്കെ ഈ ഒരു സോൾജേഴ്സ് നമ്മുടെ മോറോനടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ സഹോദരനോ ഒന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് മോറോ അവിടെ നിന്നും പോവുകയാണ്. ബാക്കിയുണ്ടായിരുന്ന സൈനിക
സൈനികരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ക്രയോ ചേംബറിന്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ ആളുകൾ കിടന്നുറങ്ങിയിരുന്നല്ലോ. ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പായിട്ട് അവരൊക്കെ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതും അതിഭീകരമായിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത്. ഒറ്റ നോട്ടത്തില് നമുക്ക് മനസ്സിലാക്കാം അത് സീനോമോർഫിന്റെ പണിയാണെന്ന്. സൈനികര് ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് നമ്മുടെ മോറോ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സൈനികരുണ്ടായിരുന്നല്ലോ, അവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാളുടെ തലയിലേക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്പെസിമെൻ, ഒരു അട്ടയുടേതുപോലുള്ള ഒരു സാധനം കയറുന്നത്. ഇയാളാണെന്നുണ്ടെങ്കിൽ അതിനെ കുടഞ്ഞ് കളയാനായിട്ടൊക്കെ നോക്കി. ഇവരുടെ കൈയൊക്കെ കെട്ടിയിട്ടുണ്ട്, പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. പെട്ടെന്ന് തന്നെ അത് അയാളുടെ കഴുത്തിൽ നിന്നിട്ട് ചോര കുടിക്കുകയാണ്. എന്നിട്ട് ഒരു അട്ട എങ്ങനെയാണ് നമ്മളെ കടിക്കുക, അതേപോലെ രക്തം കുടിച്ച് അതൊരു അട്ടയുടെ രൂപത്തിലായിട്ട് അത് താഴേക്ക് വീണു പോവുകയും ചെയ്യുന്നു. രണ്ടുപേരെയും ആ ഒരു ലീച്ചിന്റെ പോലെയുള്ള ഏലിയൻസ് ആക്രമിക്കുന്നുണ്ട്. നെവർലാൻഡിൽ നിന്നും ന്യൂസിയാമിലേക്ക് പോകുമ്പോൾ വെൻഡിക്ക് രണ്ട് കാര്യങ്ങളിൽ നല്ല ബോധ്യമുണ്ട്. ഒന്ന്, അവളുടെ സഹോദരനെ എന്ത് അപകടം വന്നാലും രക്ഷിക്കും. രണ്ടാമത്തേത്, അവളൊരു ഹൈബ്രിഡ് ആണെന്ന് അവൾ ചിന്തിക്കുന്നേയില്ല. സ്വയം ഒരു മനുഷ്യനായി തന്നെയാണ് അവൾ അവളെ കാണുന്നത്. വെൻഡിക്ക് അവളുടെ സഹോദരനെ രക്ഷിക്കാനാവുമോ? കോർപ്പറേറ്റ് കമ്പനികളുടെ അത്യാഗ്രഹം മൂലം ഭൂമിയിലുള്ള എല്ലാ ജീവിവർഗങ്ങളും ഇല്ലാതാവുമോ എന്നുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. എപ്പിസോഡ് 1 ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. എപ്പിസോഡ് 2 വേണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയായിട്ട് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.